ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്. ആ വീട്ടിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് താമസിക്കുന്നത്. എന്നും അതിരാവിലെ എഴുന്നേറ്റ് അപ്പൂപ്പൻ പറമ്പിൽ ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്നും രാവിലെ ഒരു ചായ ഇട്ട് അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷമേ പോകാറുള്ളൂ. ഇത് കാലങ്ങളായി നടക്കുന്ന ഒന്നാണ്. ഒരു ദിവസം രാവിലെ അപ്പൂപ്പൻ പറമ്പിലേക്ക് പോകുന്ന വഴി ചായ ഇട്ടുകൊടുക്കാൻ മറന്നുപോയി. പറമ്പിലെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മ വീടിന്റെ മുന്നിൽ മുഖവും വീർപ്പിച്ച് ഒറ്റയിരിപ്പാണ്. നിനക്കിതെന്തു പറ്റി? അപ്പൂപ്പൻ ചോദിച്ചു. അല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്നോടൊരു സ്നേഹവുമില്ലല്ലോ. പണ്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയായിരുന്നു. ഇപ്പോൾ ഒട്ടുമില്ല. അന്ന് നിങ്ങൾ എന്നെ പുറത്തൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ ഒട്ടും കൊണ്ടുപോകാറില്ല. പണ്ടൊക്കെ പാട്ട് പാടിത്തരും. ഇപ്പം മിണ്ടാൻ പോലും മടിയാ. അന്ന് ഒന്നിച്ചിരുന്ന് രാത്രി ഒരുപാട് സംസാരിക്കും. ഇന്നൊന്നും മിണ്ടാതെ പോയി കിടക്കും. ഇപ്പോൾ എന്നും ചെയ്തിരുന്ന ചായ പോലും നിങ്ങൾ തരാൻ മറന്നുപോയി. അമ്മൂമ്മ തർക്കത്തിൽ മുഴുകി. ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കഥ കാണുമ്പോൾ നമ്മളിൽ തന്നെ പലരെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? മാത്രമല്ല ചിലപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആവാറുണ്ടല്ലേ? കാരണം ഇതുപോലെ നമ്മളടുത്ത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാത്ത കുറേ അവസരങ്ങളുണ്ടാവും. മേ ബി അതൊരു ഹസ്ബൻഡ് വൈഫ് ആവാം, അതല്ലെങ്കിൽ ഒരു കാമുകനാവാം. പണ്ടൊക്കെ എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാ, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പണ്ട് എനിക്ക് പാത്രം കഴുകി തന്നിട്ടുണ്ടായിരുന്നു, എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ആ സിറ്റുവേഷൻ വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണല്ലേ? അപ്പോൾ അതിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂസ് ടു എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ആണ് ഇംഗ്ലീഷിൽ. എന്താ യൂസ് ടു? നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, അത് പണ്ടത്തെ ശീലങ്ങൾ, എന്നാൽ ഇപ്പോഴില്ലാത്ത ശീലങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഐ യൂസ് ടു ഗിവ് കോഫി ടു മൈ ഹസ്ബൻഡ്, പക്ഷെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ കണ്ടൊരു കഥയിൽ നിന്നാണ് കേട്ടോ. ഭാര്യ ഭർത്താവിനോട് പറയുന്നില്ല, പണ്ട് എനിക്ക് ചായ ഇട്ട് തരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ തരുന്നില്ല. സോ ദ ഹസ്ബൻഡ് യൂസ് ടു മേക്ക് കോഫി ഫോർ ദ വൈഫ്, ബട്ട് നൗ ഹി ഡസൻറ്റ് ഡു ദാറ്റ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ രസകരമായ കഥയിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പണ്ടുണ്ടായിരുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് യൂസ് ടു ഇൻ ഇംഗ്ലീഷ്.